Hi all, welcome to I Plus Training Solution. നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത് സൊല്യൂഷൻ കൊളോയിഡ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മിൽക്ക് ഓഫ് മഗ്നീഷ്യ ഈസ് വിച്ച് ടൈപ്പ് ഓഫ് കൊളോയിഡ്? സോളിഡ് സോൾ, സോൾ, ഏരിയോസൽ, എമൽഷൻ. മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് കൊളോയിഡ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ സൊല്യൂഷന്റെ പാർട്ടിലും അതുപോലെ തന്നെ കൊളോയിഡിന്റെ പാർട്ടിലൊക്കെ ഇത് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഏതാണ്? അതായത് മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോൾ ആണ്. എന്താണ് സോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ശരിക്കും മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ത് ചെയ്യാണ്? ലിക്വിഡില് ഡിസോൾവ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണ്? സോളിഡ് ആണ്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോളിഡ് ആണ്. സോളിഡ് ലിക്വിഡില് ഡിസോൾവ് ചെയ്യുന്നത്, വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത് എന്താണ്? സോളിഡ് ആണ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡും അതുപോലെ തന്നെ എന്താണ്? ഡിസ്പേഴ്സൺ മീഡിയം എന്ന് പറയുന്നത് ലിക്വിഡുമാണ്. അതാണ് എന്ത്? സോൾ എന്ന് പറയുന്നത്. അവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത് സോളിഡും ഡിസ്പേഴ്സൺ മീഡിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? ലിക്വിഡും ആയിരിക്കും. അതുകൊണ്ട് തന്നെ മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറയുന്നത് എന്താണ്? സോൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ബാക്കി എല്ലാ കൊളോയിഡ്സിനെ കുറിച്ചും നിങ്ങൾ നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കിൽ പഠിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ ഡസ് ദ സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ എ ലിക്വിഡ് വേരി വിത്ത് ഇൻക്രീസസ് ഇൻ ടെമ്പറേച്ചർ? ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ, ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ, ഫസ്റ്റ് ഇൻക്രീസസ് ആൻഡ് ദെൻ ഡിക്രീസസ്, നോ എഫക്റ്റ്. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഗ്യാസിന്റെ സൊല്യൂബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ലിക്വിഡിലെ ഗ്യാസിന്റെ സൊല്യൂബിലിറ്റി ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ലിക്വിഡിലെ ഗ്യാസിന്റെ സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സോതെർമിക് പ്രോസസ് ആണ് ശരിക്കും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഈ ഒരു ഗ്യാസ് ഡിസോൾവ് ചെയ്യുമ്പോഴത്തേക്കും അവിടുന്ന് ഹീറ്റ് റിലീസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഹീറ്റ് കൂട്ടുകയാണ് ചെയ്യുന്നത് അല്ലെ. ഹീറ്റ് കൂടുമ്പോൾ അത് എന്തായിട്ട് മാറും? അത് എന്ത് സംഭവിക്കും? കുറയും. ഡിസോൾവ് കുറയും. അപ്പൊ ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ലോ എക്സ്പ്ലെയിൻ ദ സൊല്യൂബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ്? ഈ പറഞ്ഞ ലിക്വിഡിലെ ഒരു ഗ്യാസിന്റെ സൊല്യൂബിലിറ്റിനെ പറ്റി പറയുന്ന ലോ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചാൾസ് ലോ, ഹെൻറീസ് ലോ, റൗലറ്റ്സ് ലോ, ബോയിൽസ് ലോ. ഏത് ലോയാണ്? ഓപ്ഷൻ ബി ആണ്, ഹെൻറീസ് ലോ ആണ് അല്ലെ. നിങ്ങൾ ഹെൻറീസ് ലോ പഠിച്ചതാണ്. ഹെൻറീസ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ എന്താണ്? ദ എമൗണ്ട് ഓഫ് ഗ്യാസ് ദാറ്റ് ഈസ് ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി partial pressure of the gas above the liquid when the temperature is kept constant. Temperature constant ആണെങ്കിൽ ഒരു ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന ഗ്യാസിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാ പറഞ്ഞിരിക്കുന്നത്? the partial pressure of that gas above the liquid. ആ ലിക്വിഡിന് മുകളിലെ ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് പറയുന്നതാണ് ഹെൻറീസ് ലോ. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. വിച്ച് കണ്ടീഷൻ ഹോൾഡ്സ് ദ ഐഡിയൽ സൊല്യൂഷൻ? ഇവിടെ കുറച്ച് കണ്ടീഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ ഐഡിയൽ സൊല്യൂഷന്റെ കണ്ടീഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചേഞ്ച് ഈസ് വോളിയം ഈസ് സീറോ, ചേഞ്ച് ഇൻ വോളിയം ഈസ് നോൺ സീറോ, ചേഞ്ച് ഇൻ എൻതാൽപി ഈസ് നോൺ സീറോ, നൺ ഓഫ് ദി എബവ്. എന്താണ്? ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? അവിടെ ചേഞ്ചിങ് വോളിയം എന്ന് പറയുന്നത് സീറോ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്കൊരു ഐഡിയൽ ഗ്യാസിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹീറ്റ് ഈസ് നെയ്തർ റിലീസ്ഡ് നോർ അബ്സോർബ്ഡ് ഡ്യൂറിംഗ് ദ റിയാക്ഷൻ. ഡെൽറ്റ മിക്സ് എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അവിടെ എന്താണ്? ഹീറ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവുന്നില്ല. അതായത് അബ്സോർബ് ചെയ്യുന്നതും റിലീസ് ചെയ്യുന്ന ഹീറ്റും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അടുത്തത് ദ വോളിയം ഓഫ് ദ സൊല്യൂഷൻ റിമെയിൻസ് ദ സെയിം. വോളിയം സെയിം ആയിരിക്കും. അപ്പൊ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ എച്ചും ഡെൽറ്റ വി
for mixing should be 0 ആയിരിക്കും. ഇനി പി ടോട്ടൽ എന്ന് പറയുന്നത് പി എ പ്ലസ് പി ബി ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ എ എ ആൻഡ് ബി ബി ആൻഡ് എ ബി ഇന്ററാക്ഷൻ ഷുഡ് ബി നിയർലി ദി സെയിം. അതെന്തായിരിക്കും? ഏകദേശം സെയിം ആയിരിക്കും. അപ്പൊ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത്രയുമാണ് ഐഡിയൽ ഗ്യാസിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കാൽക്കുലേറ്റ് ദ മോൾ ഫ്രാക്ഷൻസ് ഓഫ് ഈച്ച് ഗ്യാസ് ടാങ്ക് കണ്ടെയ്നിങ് 2.5 into 10⁴ mol oxygen and 4.8 into 10⁴ മോൾ ഹീലിയം. ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്? മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ടിലെയും എന്ത് കണ്ടുപിടിക്കണം? മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഓരോന്നിന്റെയും മോള് തന്നിട്ടുണ്ട് അല്ലെ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ നമ്പർ ഓഫ് ടോട്ടൽ മോൾസ് n ടോട്ടൽ കണ്ടുപിടിക്കാം. n ടോട്ടൽ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി അല്ലെ. അപ്പൊ ഇവിടത്തെ n ടോട്ടൽ എന്ന് പറയുന്നത് 2.5 into 10⁴ പ്ലസ് ദെൻ എന്തെന്ന് വരും? 4.8 into 10⁴ വരും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? 10⁴ പുറത്ത് കിടക്കാം. അപ്പൊ 2.5 പ്ലസ് 4.8 into 10⁴ വരും. ഓക്കെ, അപ്പൊ അത് നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ n ടോട്ടൽ, അതായത് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 7.3 into 10⁴ മോൾ എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആയോ? ഒന്നുമില്ല, രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കിട്ടും. അപ്പൊ n ടോട്ടൽ നമുക്ക് എത്രയാ കിട്ടിയത്? n ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? 7.3 into 10⁴ മോൾ ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഫസ്റ്റ് ഓക്സിജന്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുകയാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഓക്സിജന്റെ മോൾ ഫ്രാക്ഷൻ ആണ്. അപ്പൊ ഓക്സിജന്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? മോൾ ഫ്രാക്ഷൻ ഓക്സിജൻ എങ്ങനെയാണ്? നമ്പർ ഓഫ് മോൾസ് ഇൻ ഓക്സിജൻ അല്ലെ. എത്ര മോൾ ഉണ്ട് ഓക്സിജനിൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ചെയ്യുക. അപ്പൊ ഇവിടെ എന്താണ്? എത്ര മോൾ ഉണ്ട് ഓക്സിജനിൽ? നമ്മൾ കണ്ടതാണ് ഓക്സിജനിലെ 2.5 into 10⁴ ആണ്. സോ 2.5 into 10⁴ ഡിവൈഡഡ് ബൈ 7.3 into 10⁴. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഏതിന്റെ ആണോ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ മോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ മോൾ ആണ് ചെയ്യേണ്ടത്. അപ്പൊ എത്ര കിട്ടും? 342 എന്ന് കിട്ടും. നമുക്ക് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്ത് നോക്കുക. 0.342 എന്ന് കിട്ടും. ഓക്കെ, മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് എത്രയാണ്? 0.342 എന്ന് കിട്ടും. ഇതുപോലെ തന്നെയാണ് നമുക്ക് എന്തും ചെയ്യേണ്ടത്? നമുക്ക് ഹീലിയത്തിന്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എങ്ങനെയാ ഹീലിയത്തിന്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട്? ഹീലിയത്തിന്റെ ടോട്ടൽ നമ്പർ ഓഫ് മോൾ എത്രയാണ്? 4.8 into 10⁴ മോൾ ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ മോൾ 7.3 into 10⁴ മോൾ എത്രന്ന് കിട്ടും? 0.658 എന്ന് കിട്ടും കേട്ടോ. അപ്പൊ മോൾ ഫ്രാക്ഷൻ ഓഫ് ഹീലിയം എന്ന് പറയുന്നത് 0.658ഉം മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് എത്ര എന്ന് കിട്ടും? 0.342 എന്നും കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് രണ്ടും ഓപ്ഷനിൽ ഉണ്ടാകും. അത് നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, നമുക്കിനി ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ of NaOH in which 0.40 gram NaOH dissolved in 500 ml solution. അതായത് 500 ml സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന 0.40 gram NaOHന്റെ മൊളാരിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം മൊളാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ M ആണ് ഡിനോട്ട് ചെയ്യുന്നത്. മൊളാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് അല്ലെ, സൊല്യൂട്ട് ആണ് കേട്ടോ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് per liter of the solution. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക. ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ആദ്യം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്?
given mass divided by number of moles കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. given mass divided by gram molecular mass. given mass എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 0.40 gram എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ഗ്രാം മോളിക്കുലാർ മാസ് എത്രയാണ്? സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 40 gram ആണ്. അപ്പോൾ 40 gram ആണ്. അപ്പോൾ 40 gram divided by 0.40 gram divided by 40 gram എന്ന് കിട്ടും. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.01 mol എന്ന് കിട്ടും. ഓക്കെ, ഇവിടത്തെ മോൾ എന്താണ്? എത്ര മോൾ ഉണ്ട്? 0.01 mol ആണ്. ഇനി അടുത്തത് നോക്കുക. ഇവിടത്തെ സൊല്യൂഷന്റെ അളവ് തന്നിരിക്കുന്നത്, വോളിയം തന്നിരിക്കുന്നത് എന്താണ്? ml ലാണ്. അപ്പൊ മൊളാരിറ്റിനെ എന്താണ്? ലിറ്ററിലേക്ക് മാറ്റണം. ലിറ്ററിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ മതി അല്ലെ? ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ മതി. അപ്പൊ എത്രാന്ന് കിട്ടും? 0.500 ലിറ്റർ എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക? ഇനി നമ്മുടെ ഇക്വേഷൻ, മൊളാരിറ്റിയുടെ ഇക്വേഷൻ ചെയ്യുക. മൊളാരിറ്റിയുടെ ഇക്വേഷൻ m equal to n by v എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇവിടത്തെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് നമ്മൾ കണ്ടുപിടിച്ചതാണ്. എത്രയാണ്? 0.01 ഡിവൈഡഡ് ബൈ എത്രാന്ന് കിട്ടും? 0.500 L എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ എന്താണ്? ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 0.02 മോൾ പെർ ലിറ്റർ എന്ന് കിട്ടും. ഈക്വൽ ടു 0.02 m എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര മൊളാരിറ്റി എന്ന് പറയുന്നത് എത്രയാണെന്ന് കണ്ടു? 0.02 m എന്നുള്ളതാണ്. ഇതേ ക്വസ്റ്റ്യൻ പലതവണയായിട്ട് ഇതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മൊളാരിറ്റി കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, അപ്പൊ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ അഫക്റ്റ് ചെയ്യാത്തത് ഏതെന്നാണ്? നോർമാലിറ്റി, മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി. മൊളാലിറ്റി ഏതാണ് ടെമ്പറേച്ചർ അഫക്റ്റ് ചെയ്യില്ലാത്തത്? മൊളാലിറ്റി ആണ്. എന്തുകൊണ്ടാണ്? മൊളാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലെ? മൊളാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് ദി സോൾവെന്റ് ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് ദി സോൾവെന്റ് ആണ്. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ മാസ് ആണ്. മാസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് ഇൻഡിപെൻഡന്റ് ആണ്. അതേസമയം നോർമാലിറ്റിയും മൊളാരിറ്റിയും ഒക്കെ ആണെങ്കിലോ അത് വോളിയം ഓഫ് ദ സൊല്യൂഷൻ അല്ലെ? ഇൻ ടേംസ് ഓഫ് വോളിയം ഓഫ് ദി സൊല്യൂഷൻ ആണ്. ഈ വോളിയം എന്ന് പറയുന്നത് എന്തിന് ഡിപെൻഡന്റ് ആണ്? ടെമ്പറേച്ചറിന് ഡിപെൻഡന്റ് ആണ്. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. മൊളാലിറ്റി ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. മൊളാരിറ്റിയുടെ കാൽക്കുലേഷൻ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു.